Hi, this is Vijita Anish, NCLEX RN trainers at Athena Coaching Center. എന്നത്തെയും വീഡിയോ പോലെ തന്നെ ഈ ഒരു വീഡിയോ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോ ആണ്. നിങ്ങൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്തിട്ടുണ്ടാവും, ഞാൻ തിയറി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻസ് ശരിക്കും നമ്മൾ ഒത്തിരി നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമുക്ക് എക്സാം പാസ്സാവാനായിട്ട് സാധിക്കുള്ളൂ. ഡെഫിനറ്റ്ലി യെസ്, തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി പഠിക്കാതെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരിക്കലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തിയറി നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, സോ what I believe is all nurses, like 4 year നഴ്സിംഗ് പഠിച്ചിട്ടുള്ള എല്ലാ നഴ്സസും ബേസിക് തിയറി ഒക്കെ അവർ ഒരു പ്രാവശ്യം പഠിച്ചതാണ്. പിന്നെ ഒന്ന് ജസ്റ്റ് പോളിഷ് ചെയ്താൽ മതി. ഓക്കെ, സോ അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മൾ കുറച്ച് പോളിഷ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ മറന്നു പോകുമല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി യെസ്, തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിനേക്കാളും ഒരു പടി കൂടുതൽ ഇമ്പോർട്ടൻസ് ഡെഫിനറ്റ്ലി ഞാൻ ക്വസ്റ്റ്യൻസിനാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ തിയറി ഡിസ്കസ് ചെയ്യുന്നില്ല എന്നല്ല കേട്ടോ. ഓക്കെ ഫൈൻ, സോ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഒരുപാട് സമയം കളയുന്നില്ല. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള കീ പോയിന്റ്സ്, ഡെഫിനറ്റ്ലി കുറച്ച് കീ പോയിന്റ്സ് ഉണ്ടാവും. അപ്പോൾ ആ കീ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കണം. ബിക്കോസ് നോർമലി ജനറൽ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അത് മോർ കോമൺലി അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഏകദേശം ഒരേ കണ്ടന്റിൽ നിന്നായിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആ കണ്ടന്റുകൾ നോട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ട് ഏതൊക്കെ കണ്ടന്റിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ അത് കുറച്ചും കൂടെ നന്നായിട്ട് വായിക്കാം. മനസ്സിലായോ? അപ്പോൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻസിൻ്റെ കീ നോട്ട് ചെയ്ത് വെക്കാം. ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്തിട്ട് കാര്യമില്ല, ക്വസ്റ്റ്യൻസിൻ്റെ കീ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് I'll read the question for you and you also please try to read the question. Fine. So here the question is 7-month-old infant seen in the emergency department. Okay, so where is the setting important ആണ്. സോ അടുത്തൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ക്വസ്റ്റ്യനിൽ ഏജ് ഉണ്ടെങ്കിൽ മനസ്സിലാവുണ്ടോ? ക്വസ്റ്റ്യനിൽ ഏജ് ഉണ്ടെങ്കിൽ ഏജ് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊരു കീവേഡ് ആണ്. ഓക്കെ, സോ ഏജ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഏത് സെറ്റിങ്ങിലാണ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ സംതിങ് എമർജൻസി ഇന്റർവെൻഷൻസ് കൊടുക്കേണ്ട സ്ഥലമാണ്. ഓക്കെ, ഇപ്പൊ നമുക്കൊരു ചെറിയ സാധാരണ ഒരു തലവേദന, വലിയ പ്രശ്നമൊന്നുമില്ല, അപ്പൊ എന്തൊരു ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പോകും? ഇല്ല, നമ്മൾ OPD-യിലല്ലേ പോകുള്ളൂ. സോ ആ ഒരു സെറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഏജ് ഇമ്പോർട്ടൻ്റ് ആണ്, സെറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് സെറ്റിംഗ് അനുസരിച്ച് ഇന്റർവെൻഷൻസിൽ വ്യത്യാസം ഉണ്ടാവും, ഏജ് അനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ഇന്റർവെൻഷൻസിലും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെന്റൻസിൽ അതാണ് 2 പോയിന്റ് ഓർത്തിരിക്കേണ്ടത്. സഫറിംഗ് വിത്ത് സിവിയർ അബ്ഡോമിനൽ പെയിൻ and infant stool become red jelly. Abdominal examination reveals sausage-shaped mass where in the right upper quadrant. Okay, so sausage-shaped mass ഉണ്ട്, plus ആ പേഷ്യൻറ്റിന് current jelly stool ഉണ്ട്. Clear? Okay, and then which of the following is the first line therapeutic intervention? Okay, so first line തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കീവേഡ് ഫസ്റ്റ് ലൈൻ ഇന്റർവെൻഷൻസ് ആണ്. അപ്പോൾ മോസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള ആദ്യത്തെ ഇന്റർവെൻഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ പേഷ്യൻറ്റിൻ്റെ ഏജ് 7 months ആണ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ്. 2 സൈൻസ് ആണുള്ളത്, ഒന്ന് കറണ്ട് ജെല്ലി സ്റ്റൂളും 2 സോസേജ് ഷേപ്ഡ് മാസും. കറണ്ട് ജെല്ലി സ്റ്റൂൾ പ്ലസ് സോസേജ് ഷേപ്ഡ് മാസ്, ഇത് രണ്ടും കോമൺ ആയിട്ട് വരുന്നത് ഏത് കണ്ടീഷനിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻറ്റുസസെപ്ഷൻ. ഓക്കെ, സോ ഇൻറ്റുസസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ടെലിസ്കോപ്പിംഗ് ഓഫ് ഇൻറ്റസ്റ്റൈനൽ വാൾ. ഓക്കെ, അതായത് ഇൻറ്റസ്റ്റൈനൽ വാൾ ടെലിസ്കോപ്ഡ് ആവുക. ഓക്കെ, ടെലിസ്കോപ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഒരു ഇൻറ്റസ്റ്റൈനിൽ ഇപ്പോൾ ലാർജ് ഇൻറ്റസ്റ്റൈൻ എടുക്കുകയാണെങ്കിൽ ആ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ വാള് അകത്തേക്ക് തന്നെ കയറി അത് ടെലിസ്കോപ്ഡ് ആയി ആ ഏരിയയിൽ ബ്ലഡ് വെസൽസിനെ കൺസ്ട്രക്ട് ചെയ്ത് ആ ഏരിയയിലെ ലാർജ് ഇൻറ്റസ്റ്റൈൻ ഒക്ലൂഡഡ് ആവുന്ന കണ്ടീഷനാണ് ഇൻറ്റുസസെപ്ഷൻ. ഓക്കെ, അപ്പോൾ ടെലിസ്കോപ്പിംഗ് ഓഫ് ഇൻറ്റസ്റ്റൈനൽ വാൾ ഇൻടു ദാറ്റ് സെയിം വാൾ വിച്ച് ഇസ് കോസിംഗ് intestinal obstruction
ആൻഡ് വിച്ച് റെഡ്യൂസസ് ദ വാസ്കുലാരിറ്റി ടുവേർഡ്സ് ദാറ്റ് ഏരിയ. ഓക്കെ, അങ്ങനെയുള്ള കണ്ടീഷനിലാണ്, പീഡിയാട്രിക് കണ്ടീഷനാണ്. അപ്പോൾ അവിടെ വരുന്ന രണ്ട് സൈനാണ്, ഒന്ന് കറണ്ട് ജെല്ലി സ്റ്റൂളും, രണ്ട് ഓൺ എക്സാമിനേഷൻ പാൽപേഷൻ ചെയ്യുമ്പോൾ സോസേജ് ഷേപ്ഡ് മാസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇൻറ്റർസെപ്ഷനെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ വിൽ റീഡ് ദ ഓപ്ഷൻ. ഓപ്ഷൻ 1 പറയുന്നത് നോൺ സർജിക്കൽ ഹൈഡ്രോസ്റ്റാറ്റിക് റിഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് നോൺ സർജിക്കൽ ഹൈഡ്രോസ്റ്റാറ്റിക് റിഡക്ഷൻ ആണ് ഫസ്റ്റ് ഇന്റർവെൻഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തേത് സർജിക്കൽ സിമ്പിൾ റിഡക്ഷൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫസ്റ്റ് പ്രയോറിറ്റി ഇന്റർവെൻഷൻസ് നമ്മളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ സർജിക്കൽ ഇന്റർവെൻഷൻസ് ഒരിക്കലും ഫസ്റ്റ് പ്രയോറിറ്റി ഇന്റർവെൻഷൻ ആയിട്ട് നമ്മൾ എടുക്കില്ല. ഏതെങ്കിലും പേഷ്യൻസ് നമ്മളുടെ അടുത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി സർജറി വെച്ചിട്ട് ഫസ്റ്റ് മാനേജ് ചെയ്യാമെന്ന് നമ്മൾ പറയുമോ? ഇല്ല, സർജറി എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി ആവാൻ ചാൻസ് വളരെ കുറവാണ്. ബട്ട് ദർ ആർ സർട്ടൻ സിറ്റുവേഷൻസ് വേർ സർജറി ഈസ് ഓൺലി നെസസറി in considering as an only necessary interventions. അപ്പോൾ അങ്ങനെ കണ്ടീഷൻസ് ഉണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്. ബട്ട് ജനറലി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ സർജിക്കൽ സിമ്പിൾ റിഡക്ഷൻ ഫസ്റ്റ് പ്രയോറിറ്റി അല്ല. പൈലോറോമയോട്ടോമി, യെസ്, പൈലോറോമയോട്ടോമി ഇസ് ദ സർജിക്കൽ കറക്ഷൻ ഫോർ പൈലോറിക് സ്റ്റീനോസിസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കണ്ടീഷനുമായിട്ട് പൈലോറോമയോട്ടോമി റിലേറ്റഡ് ആവാത്തിടത്തോളം കാലം നമുക്കത് കളയാം. സോ തേർഡ് വൺ ഇസ് ദ റോങ് ആൻസർ. ദെൻ എൻഡോറെക്ടൽ പുൾ ത്രൂ. എൻഡോറെക്ടൽ പുൾ ത്രൂ എന്ന് പറഞ്ഞാൽ ഇവിടെ റെക്ടൽ പുൾ ത്രൂ ഇറ്റ്സ് എ പ്രൊസീജിയർ. അഗൈൻ ഇതും നമുക്ക് ഒരു സർജിക്കൽ കൈൻഡ് ഓഫ് എ പ്രൊസീജിയർ നമുക്ക് പറയാം. ഇതും ഫസ്റ്റ് പ്രയോറിറ്റി ഇന്റർവെൻഷൻ അല്ല. ഓക്കെ, അപ്പൊ ഇൻറ്റർസെപ്ഷൻ ഉള്ള പേഷ്യൻസിന് ടെലിസ്കോപ്ഡ് ആയിട്ടുള്ള പോർഷൻ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ നോർമലി ചെയ്യുന്നത് നോൺ സർജിക്കൽ ഹൈഡ്രോസ്റ്റാറ്റിക് റിഡക്ഷൻ ബൈ നോർമൽ സലൈൻ എനിമ. ഓക്കെ, അപ്പൊ ഇൻറ്റർസെപ്ഷൻ ഉള്ള പേഷ്യൻസിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഇന്റർവെൻഷൻ ആണ് നോൺ സർജിക്കൽ ഹൈഡ്രോസ്റ്റാറ്റിക് റിഡക്ഷൻ ബൈ നോർമൽ സലൈൻ എനിമ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇൻറ്റർസെപ്ഷൻ ഉള്ള പേഷ്യൻസിന്റെ സൈൻ എന്താണ്, സൈൻസ് എന്താണ്, അതിനെ എങ്ങനെ മാനേജ് ചെയ്യും? ഓക്കെ, പീഡിയാട്രിക്കിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, കുഞ്ഞിന്റെ വയസ്സ് എത്രയാണ്, രണ്ട് ഏത് ഏരിയയിലാണ് ഈ കുഞ്ഞുള്ളത്. മനസ്സിലായോ? ക്ലിയർ? യെസ്, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ദ നഴ്സ് എക്സ്പെക്ട് ടു അസസ് in the child with a celiac disease having a celiac crisis secondary to upper respiratory infection? Okay, so the question idana, which of the following would the nurse expect to assess? ഈ പറഞ്ഞിരിക്കുന്ന നാലെണ്ണത്തിൽ respiratory distress, lethargy, watery diarrhea, weight gain, ഈ നാല് കാര്യങ്ങളിൽ ഏതാണ് നമ്മൾ എക്സ്പെക്ട് ടു അസസ്, ഏതാണ് നമ്മൾ അസസ് ചെയ്യേണ്ടത് ഫോർ എ ക്ലൈന്റ് വിത്ത് celiac disease? celiac disease ഉള്ള പേഷ്യന്റിന് celiac crisis ആണ് സെക്കൻഡറി ടു അപ്പർ റെസ്പിറേറ്ററി ഡയറിയ, അതായത് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്. അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നതിന്റെ ഭാഗമായിട്ട് സിലിയാക് ഡിസീസ് ഉള്ള പേഷ്യന്റിന് സിലിയാക് ക്രൈസിസ് ഉണ്ടാവുകയും ആ സിലിയാക് ക്രൈസിസിൽ ഇതിൽ ഏത് സൈൻസ് ആണ് നോർമലി എക്സ്പെക്ട് ചെയ്യുന്നത്? വെരി സിമ്പിൾ, സിലിയാക് ഡിസീസ് ഉള്ള പേഷ്യന്റിന് സിലിയാക് ക്രൈസിസ് വരുമ്പോൾ എന്ത് സൈൻ വരും? ഓക്കെ, സോ വാട്ട് ഈസ് ദ സൈൻ ഓഫ് സിലിയാക് ക്രൈസിസ്? സോ അങ്ങനെ ആണെങ്കിൽ ആദ്യമേ സിലിയാക് ഡിസീസ് എന്താണെന്ന് അറിയണം അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമൺ ഡിസീസ് ആണ് സിലിയാക് ഡിസീസ്. ഓക്കെ, സോ വാട്ട് ഈസ് സിലിയാക് ഡിസീസ്? ഇറ്റ് ഈസ് എ കണ്ടീഷൻ, ഇറ്റ് ഈസ് എ മെറ്റബോളിക് കണ്ടീഷൻ ഇൻ വിച്ച് the gluten protein is not able to digest or inability to tolerate gluten protein. മനസ്സിലാവുണ്ടോ? gluten protein പ്രോപ്പർലി ടോളറേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഡൈജസ്റ്റ് ആവാത്ത ഒരു കണ്ടീഷനാണ് സിലിയാക് ഡിസീസ്. ഓക്കെ, അപ്പൊ എന്താണ് സിലിയാക് ഡിസീസ്? ഇനബിലിറ്റി ടു ടോളറേറ്റ് ഗ്ലൂട്ടൻ പ്രോട്ടീൻ. ക്ലിയർ? അപ്പോൾ ഗ്ലൂട്ടൻ പ്രോട്ടീൻ ടോളറേറ്റ് ആവുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ അറിയണം എന്താണ് ഗ്ലൂട്ടൻ പ്രോട്ടീൻ എന്നല്ലേ. സോ ഗ്ലൂട്ടൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നെസസറി ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിൽ, വളരുന്ന കുഞ്ഞുങ്ങളിൽ ഗ്ലൂട്ടൻ പ്രോട്ടീൻ ആവശ്യമാണ്. പ്രോട്ടീൻ ഇസ് നെസസറി ഫോർ ബിൽഡിംഗ് ബ്ലോക്ക്. ഓക്കെ, സെൽസ് ബിൽഡ് ആവാനായിട്ട് പ്രോട്ടീൻ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഗ്ലൂട്ടൻ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ നോർമലി വീറ്റിലും അതുപോലെ തന്നെ വീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡിലൊക്കെ, വീറ്റ്, റൈസ്, ഓട്സ് എന്നൊക്കെ പറയുന്ന ഇതിലൊക്കെ വീറ്റിൻ്റെ കോമ്പോണൻസ്, അതായത് വീറ്റിൻ്റെ റിലേറ്റഡ് ബോട്ടാണിക്കൽ ഗ്രൂപ്പിൽ വരുന്ന
ഒരുപാട് ഫുഡ് ഐറ്റംസിൽ കാണുന്ന ഒരു പ്രോട്ടീനാണ് ഗ്ലൂട്ടൻ പ്രോട്ടീൻ. ഓക്കെ, ആ ഗ്ലൂട്ടൻ പ്രോട്ടീൻ നമ്മളുടെ ബോഡിയിൽ പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആവാതിരിക്കുന്ന ഒരവസ്ഥയാണ് സിലിയാക് ഡിസീസ്. ഓക്കെ, സോ ജസ്റ്റ് ഇമാജിൻ സിലിയാക് ഡിസീസ് ഉള്ള ഒരു പേഷ്യൻറ്റിന് എന്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗ്ലൂട്ടൻ കണ്ടന്റ് നമ്മുടെ ബോഡിയിൽ കയറി കഴിയുമ്പം ഈ ഗ്ലൂട്ടൻ പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആവാതിരിക്കുകയും undigested or improperly digested gluten that get accumulated in the small intestine. ഓക്കെ, നമ്മൾ കഴിക്കുന്ന ഫുഡെല്ലാം സ്റ്റൊമക്കിൽ ചെന്നിട്ട് പിന്നെ നേരെ അത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ അല്ലേ? സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാ? ഡിയോഡനം. ഓക്കെ, സോ ഡിയോഡനം, ജെജുനം, ഇലിയം, ഇതൊക്കെയാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സോ വെറസ് ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് ഡൈജഷൻ കംപ്ലീറ്റ് ആയി അബ്സോർപ്ഷൻ നടക്കുന്നത്. പക്ഷെ ഇവിടെ പ്രോപ്പർ ഡൈജഷൻ നടക്കാത്ത ഗ്ലൂട്ടൻ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ അക്യുമുലേറ്റ് ചെയ്യുകയും ആ സ്മോൾ ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസ ഡാമേജ് ആവും. ഡൈജസ്റ്റ് ആവാതിരിക്കുന്നതുകൊണ്ട് അതൊരു പ്രോപ്പർ സ്ട്രക്ചറിലായിരിക്കില്ല. ഓക്കെ, അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ഫ്ലോറയെ ഡാമേജ് ചെയ്യും. അങ്ങനെ സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ഫ്ലോറയിൽ ഒരുപാട് ക്രാക്സ് വരും. മനസ്സിലായി? ഇതിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെയുള്ള മ്യൂക്കോസ ഭയങ്കര ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള മ്യൂക്കോസയല്ലേ, അതിൽ ഒരുപാട് ക്രാക്സ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു എൻഡോസ്കോപ്പിക് എക്സാമിനേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഇങ്ങനെ ക്രാക്ക് ആയിട്ട് ഇങ്ങനെ റൗണ്ട് ക്രാക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ക്രാക്ക് ആകുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കൂടിയാണ് വില്ലൈസിന്റെ പ്രസൻസിൽ എല്ലാ ന്യൂട്രിയൻസും അബ്സോർബ് ആവുന്നത്. ഓക്കെ, സോ ഇവിടെ എന്ത് സംഭവിച്ചു? ഈ ഇൻറ്റസ്റ്റൈനൽ ഫ്ലോറ മൊത്തം ഡാമേജ് ആയിരിക്കും. മനസ്സിലായി? സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ഫ്ലോറ ഡാമേജ് ആകുമ്പോൾ അതുവഴി ഇനി ഒരു അബ്സോർപ്ഷൻ നടക്കുന്നുണ്ടോ? ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ അബ്സോർപ്ഷൻ എല്ലാത്തിൻ്റെയും അബ്സോർപ്ഷൻ ഡിക്രീസ്ഡ് ആവും. സോ വൈറ്റമിൻ അബ്സോർപ്ഷൻ ഡിക്രീസ്ഡ് ആവും, പ്രോട്ടീൻ്റെ അബ്സോർപ്ഷൻ ഡിക്രീസ്ഡ് ആവും. മനസ്സിലായോ? അപ്പോൾ കുഞ്ഞിന് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഓക്കെ, പിന്നെ ഡൈജഷൻ ആവാത്ത ഫുഡ് നോർമലി എന്ത് ചെയ്യും? എക്സ്ക്രീറ്റ് ഔട്ട് ആവും. അങ്ങനെ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് എക്സ്ക്രീറ്റ് ഔട്ട് ആകുമ്പോൾ അതൊരു ബൾക്കി വേസ്റ്റ് ആയിട്ട് പുറത്തേക്ക് പോവുകയും ഇറ്റ് ക്യാൻ കോസ് എ ഫൗൾ ഡയറിയ, ഫൗൾ സ്മെൽ ഡയറിയ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, സീലിയാക് ഡിസീസ് ഉള്ള ഈ ഒരു പേഷ്യൻറ്റിന് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ഈ കുഞ്ഞിനൊരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സീലിയാക് ഡിസീസ് കുറച്ചുകൂടെ വേഴ്സൻറ്റിലേക്ക് പോയി. അതാണ് സീലിയാക് ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീലിയാക് ക്രൈസിസിൽ ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് നമുക്ക് എന്ത് വരും? ഓക്കെ, ഇത് നമുക്ക് ഈസി ആയിട്ട് നോക്കിയാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. റെസ്പിറേറ്ററി ഡിസ്ട്രസ് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അതിലേക്ക് റിലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരുമ്പോൾ റെസ്പിറേറ്ററി ഡിസ്ട്രസ് വരില്ലേ? നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സീലിയാക് ക്രൈസിസിന്റെ സൈനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വരാൻ ചാൻസ് കുറവാണ്. റെസ്പിറേറ്ററി ഡിസ്ട്രസ് ആ പേഷ്യൻറ്റിനുണ്ടാവും. പക്ഷെ നമ്മളുടെ ഈ ഒരു സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് വേണ്ടത് ഏതാ? സീലിയാക് ക്രൈസിസിന്റെ സൈൻ അല്ലേ വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് എടുക്കണ്ട. രണ്ട്, ലെതാർജി, ക്ഷീണം, ഡെഫിനറ്റ്ലി ക്ഷീണം ഉണ്ടാവും. വാട്ടറി ഡയറിയ എന്ന് വെച്ചാൽ നേരത്തെ ഒരു ചെറിയ ഡയറിയ ലൈക്ക് കുറച്ച് ബൾക്കി ഡയറിയ ഒക്കെ ഉണ്ടായിരുന്നേ. ഇപ്പം ഇത് ഭയങ്കര കൺട്രോൾഡ് ആവാതെ വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി? വാട്ടറി ഡയറിയ ഉണ്ടായി. ഇത് റിലേറ്റഡ് ആണ്. വെയിറ്റ് ഗെയിൻ ഉണ്ടാവോ, വെയിറ്റ് ലോസ് ഉണ്ടാവോ, ഒരുപാട് ഡയറിയ വരുന്നതിൻ്റെ ഭാഗമായിട്ടും ന്യൂട്രീഷൻ പ്രോപ്പറായിട്ട് അബ്സോർബ് ആവാത്തതിൻ്റെ ഭാഗമായിട്ടും വെയിറ്റ് കുറയാനുള്ള ചാൻസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പം വെയിറ്റ് ഗെയിൻ ഇല്ല. അപ്പം അങ്ങനെ ഈ 4 ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ഏതായിരിക്കും ഇതിനകത്ത് ആൻസർ ആയിട്ട് വരിക? ഇറ്റ് കുഡ് ബി വാട്ടറി ഡയറിയ. മനസ്സിലാവുണ്ടോ? ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും ആ ക്വസ്റ്റ്യനിൽ വരുന്ന ആ ഒരു കണ്ടന്റ് ഉണ്ടാവുമല്ലോ, ആ ക്വസ്റ്റ്യനിൽ ഒരു കണ്ടീഷൻ ഉണ്ടാവും. ആ കണ്ടീഷൻസ് പഠിച്ചു പോവാം. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കേണ്ടത് സീലിയാക് ഡിസീസ് എന്താണ്, സീലിയാക് ഡിസീസിന്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത്. സീലിയാക് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പീഡിയാട്രിക് കണ്ടീഷൻ and it is like a metabolic disorder. It affect the metabolism as well as it affect the absorption of the nutrients. Okay, കാരണം gluten inability ആയിട്ട് അല്ലെങ്കിൽ gluten proper ആയിട്ട് മെറ്റബോളൈസ്ഡ് ആവാതിരിക്കുകയും inability of the gluten protein to metabolize, okay, അല്ലെങ്കിൽ inability to tolerate gluten protein. So that is going to cause, or that is going to end with the improper absorption of all the nutrients. Okay, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു അഡൽട്ടിന് ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ ഡിക്രീസ്ഡ് ആയാലും വലിയ പ്രശ്നമുണ്ട്, എന്നാലും ഒരു വലിയ പ്രശ്നമില്ല.
പക്ഷെ ഒരു കുഞ്ഞിന്റെ കേസിലാണ് ന്യൂട്രിയൻസ് അബ്സോർപ്ഷൻ പ്രോപ്പർ ആവാതിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗോയിങ് ടു എൻഡ് വിത്ത് എ മേജർ പ്രോബ്ലംസ്. വൈ? ബിക്കോസ് അവർക്കാണ് ഏറ്റവും കൂടുതൽ നീഡ്. മനസ്സിലായി? ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്ക് ന്യൂട്രീഷന്റെ നീഡ് ഡെഫിനറ്റ്ലി ഉണ്ട്, ബട്ട് അതിനേക്കാളും കൂടുതൽ ആർക്കായിരിക്കും? എൻ്റെ കുഞ്ഞിനാണ്. ബിക്കോസ് അവരാണ് ഗ്രോയിങ് ഏജ്. എൻ്റെ ഏജ് അനുസരിച്ച് ഗ്രോയിങ് ഒക്കെ കഴിഞ്ഞില്ലേ? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഓരോന്നിൻ്റെയും റിക്വയർമെന്റ് അനുസരിച്ചാണ് സിംറ്റം വേരി ആവുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പം സിലിയാക് ഡിസീസ് ഉള്ള പേഷ്യന്റ് നമ്മൾ എന്ത് അവോയ്ഡ് ചെയ്യണം? ഗ്ലൂട്ടൻ കണ്ടന്റ് ഒക്കെ അങ്ങ് അവോയ്ഡ് ചെയ്യണം. ഗ്ലൂട്ടൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വീറ്റിൻ്റെതായിട്ടുള്ള കണ്ടന്റുകളുമാണ് ഗ്ലൂട്ടൻ ഏറ്റവും കൂടുതലുള്ളത്. സോ ബെറ്റർ അവോയ്ഡ് വീറ്റിന്റെ കണക്റ്റഡ് ആയിട്ടുള്ള മൈദ, വീറ്റ്, റൈ, ഓട്സ്, ഇതൊക്കെ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, സേഫർ ടു ഈറ്റ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്. ഓക്കെ, അതൊക്കെ നമുക്ക് സേഫറാണ്. മിൽക്ക് മീറ്റ് ഒക്കെ സേഫറാണ്. പക്ഷേ വീറ്റ് കണ്ടന്റ് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സീലിയാക് ഡിസീസ് ഉള്ള ഒരു പേഷ്യൻറ്റിനെ കെയർ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സീലിയാക് ഡിസീസ് ഉള്ള കുഞ്ഞാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ഫുഡ് ഐറ്റം പർച്ചേസ് ചെയ്താലും അതിൻ്റെ ലേബിൾ റീഡ് ചെയ്ത് നോക്കണം, ഇതിനകത്ത് ഗ്ലൂട്ടൻ കണ്ടന്റ് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, സോ വീറ്റ് അവോയ്ഡ് ചെയ്യണം. വീറ്റ് അവോയ്ഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രെഡ് ഐറ്റം, സാൻഡ്വിച്ച്, ബർഗർ, അങ്ങനെ പറയുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് അവോയ്ഡ് ചെയ്യാം. മനസ്സിലായോ? മൈദ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളൊക്കെ അവോയ്ഡ് ചെയ്യാം. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു കണ്ടീഷനെ പഠിച്ചു വെക്കാം. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. Till then, bye. Thank you. God bless you all.